ആനുവൽ ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. എല്ലാ ആഴ്ചയും ഞാൻ ചെല്ലണം, എന്നാലേ നമുക്ക് സമാധാനം ആവുള്ളൂ. കൊതുക് കൊതുകടി തുടങ്ങി. പിന്നെ അമ്മ അടുത്തുണ്ടെങ്കിൽ അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അമ്മ എന്നല്ല, അമ്മ ഇല്ലാത്തപ്പോൾ അച്ഛയാണല്ലോ നോക്കണത്. അച്ഛ എപ്പോഴും അവളെ സന്തോഷത്തോടെ, എന്താ പറയുക, നല്ല സന്തോഷത്തോടെയാണ് ഹാപ്പി ആയിട്ട് വെച്ചേക്കും. അച്ഛ ആയാലും അച്ഛയുടെ പാരൻസ് ആയാലും. നമ്മുടെ പ്രിൻസസ് ആണ് അവള്. ഹായ് ഹായ് ഹായ്, വെൽക്കം കുസൃതി കൂട്ടങ്ങൾ. ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട്, ഞാൻ അയാളെ കാണിച്ചു തരാം. ഇയാളറിയോ? നിങ്ങളൊക്കെ ഇതിനെ എന്തെന്നാ പറയാറ്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഉപ്പെന്നാ വിളിക്കാറ്. ഹായ്, താങ്ക് യു കുസൃതി കൂട്ടങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആക്കുക കേട്ടോ. അതിൻ്റെ ഒരു പുതിയൊരു ചാനലാണ്, ലിഷാനുജിത്ത് എന്നാണ് ചാനലിൻ്റെ പേര്. ഹാപ്പിനെസ് ഇൻ ലിറ്റിൽ തിങ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ മോട്ടോ തന്നെ. ഒരാളിതാ ചെടികളുടെ ഇടക്ക് പറന്ന് ഇരിക്കുകയാണ്. ഇവൻ്റെ പേര് ഉപ്പൻ എന്നാണ് നമ്മൾ പറയാറ് നമ്മുടെ നാട്ടിലൊക്കെ. നിങ്ങൾ എന്താ പറയാറ്? നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇത്. സൂപ്പർ സ്ഥലം അത്, ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. റേഞ്ച് ഉണ്ടോ? എല്ലാവർക്കും കേൾക്കാവോ ഞാൻ സംസാരിക്കുന്നത്? ചെമ്പോത്ത് എന്നാണല്ലേ പറയാറ്? ആ, നമ്മുടെ നാട്ടിൽ അതിനെ ഉപ്പെന്നാ പറയാറ്. ചെമ്പോത്ത്, ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ 2 കൊല്ലം മുമ്പ് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ? ആ സിനിമ എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ആ സിനിമയുടെ പേരെന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? റേഞ്ച് ഇഷ്യൂ ഉണ്ട്, കേൾക്കാം എന്ന് പറയുന്നുണ്ട്. അയ്യോ, സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. മമ്മൂട്ടിയുടെ ഒരു സിനിമ, ഒരു ക്രൈം ത്രില്ലർ ഇറങ്ങിയില്ലായിരുന്നോ 2 കൊല്ലം മുമ്പ്? സൂപ്പർ സിനിമയായിരുന്നു അത്. ഹോസ്റ്റലിലാണിത്, നാട്ടിൽ പോയിട്ടില്ല ഞാൻ. ഹോസ്റ്റലിലാണ്, മെഡിക്കൽ കോളേജ് ഗാർഡൻ ആണിത് കേട്ടോ. വീട്ടിലല്ല ഞാൻ. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ. മമ്മൂട്ടി ഇങ്ങനെ കുറേ പേരെ കൊല്ലുന്നൊരു സിനിമ. അത് ഏത്
സിനിമയായിരുന്നു? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും?